അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനുമായി ബന്ധപ്പെട്ട പാദവാർഷിക പരീക്ഷയുടെ ഒരു ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ബന്ധപ്പെട്ട കുട്ടികളിലേക്കും നമ്മുടെ കൂട്ടുകാരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രവർത്തനം, യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്നും താഴത്തെ വരിയുമായി യോജിച്ചത് താഴേക്ക് എഴുതി കൊടുക്കുക. ഒന്നാമത്തത്, അള്ളാഹു ഷിർക്ക് ചെയ്യൽ ഒരിക്കലും ഡാഷ്. അള്ളാഹു ഷിർക്ക് ചെയ്യൽ ഒരിക്കലും മാപ്പാക്കുകയില്ല. 2, നരകവാസികൾ തന്നെയാണ്. ബ്രാക്കറ്റിൽ കാഫിറുകൾ. നരകവാസികൾ തന്നെയാണ് കാഫിറുകൾ. 3, ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ഇഹ്സാൻ. ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ഇഹ്സാൻ. 4, തെറ്റുകൾ അള്ളാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് ഡാഷ്. തെറ്റുകൾ അള്ളാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കും. 5, ആരാധന മുഴുവനും അർഹിക്കുന്നത് അള്ളാഹുവിന് ഡാഷ്. ആരാധന മുഴുവനും അർഹിക്കുന്നത് അള്ളാഹുവിന് മാത്രമാണ്. 2ാമത്തെ പ്രവർത്തനം, കള്ളികളിൽ അസ്മാഉൽ ഹുസ്ന എഴുതാം. പരീക്ഷകളിൽ അസ്മാഉൽ ഹുസ്നയുടെ 10 മിനിമം ചോദിക്കും. 10 ഇസ്മു പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം കൂടി പഠിക്കുക. നമുക്ക് ഇതിൽ 9 ഇസ്മുകൾ പറയണം. എഴുതി കൊടുക്കുക. അർ റഹ്മാൻ, അർ റഹീം, അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ, അൽ അസീസ്, അൽ ജബ്ബാർ. ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം. ഒന്നാമത്തത്, നന്മ ചെയ്യുക എന്ന ഒരു അർത്ഥവും കൂടി ഡാഷ്. നന്മ ചെയ്യുക എന്ന ഒരു അർത്ഥവും കൂടി ഇഹ്സാനിനുണ്ട്. 2, ലൗ കാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ഡാഷ്. ലൗ കാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത. 3, അള്ളാഹുവിന് 99 ഡാഷ്. അള്ളാഹുവിന് 99 പരിശുദ്ധ നാമങ്ങളുണ്ട്. ഇനി അടുത്ത പ്രവർത്തനം, ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഒരാൾ മുഹ്സിനാകുന്നത് എപ്പോഴാണ്? ഉത്തരം, താൻ ചെയ്യുന്നത് മുഴുവൻ അള്ളാഹു കാണുമെന്ന ബോധത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ആവുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ മുഹ്സിനാവുന്നത്. ചോദ്യം 2, ഒരാളോട് കൂടുതൽ അടുപ്പം തോന്നുക എപ്പോഴാണ്? ഉത്തരം, ഒരാളുടെ ഗുണവിശേഷണങ്ങൾ കൂടുതലായി അറിയുമ്പോഴാണല്ലോ അയാളോട് കൂടുതൽ അടുപ്പം തോന്നുക. 3, പേരുകൾ കൂടുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം, പേരുകൾ കൂടുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. 4ാമത്തെ ചോദ്യം, അൽ കഹ്ഫ് സൂറത്തിൽ കർമ്മങ്ങൾ പാഴായിപ്പോയവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കാതെ ജീവിതത്തിൽ എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്താലും പരലോകത്ത് അതിന് യാതൊരു പ്രതിഫലവും ലഭിക്കുന്നതല്ല. അവരെ പറ്റിയാണ്
അൽ കഹ്ഫ് സൂറത്തിൽ കർമ്മങ്ങൾ പാഴായിപ്പോയവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. ചോദ്യം 5. അങ്ങേയറ്റം നന്ദികേടും അക്രമവുമാകുന്നു അത് ഏത്? ഉത്തരം: ആരാധന മുഴുവനും അർഹിക്കുന്നത് അവൻ മാത്രമാണ്. അതിൽ മറ്റൊരാളെ പങ്കു ചേർക്കുന്നതും അള്ളാഹുവിൻ്റെ അസ്തിത്വം നിഷേധിക്കുന്നതും അങ്ങേയറ്റം നന്ദികേടും അക്രമവുമാകുന്നു. ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. ഒന്നാമത്തത് തൗഹീദ്. എന്താണ് തൗഹീദ്? ഉത്തരം: അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ്. അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ്. 2. ഇബാദത്ത്. ഉത്തരം: അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ദുറൂസുൽ ഇഹ്സാനിലെ ചോദ്യങ്ങൾ ഇവിടെ തീരുകയാണ്. ഇതുപോലെ ഇൻഷാ അല്ലാഹ് മറ്റു പേപ്പറുകളുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.